ഇപ്പോൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എയർ ആംബുലൻസ് പുറപ്പെടുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നാണ് എയർ ആംബുലൻസ് പുറപ്പെടുന്നത്. തത്സമയ ദൃശ്യം. ഇത് ഹെലികോപ്റ്റർ പുറപ്പെടുന്നതല്ല, ഹൃദയം സ്വീകരിക്കുന്നതിന് വേണ്ടി ഹെലികോപ്റ്റർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ ഹൃദയവുമായി പിന്നീടാണ് പുറപ്പെടുക. ഡോക്ടർമാരുടെ സംഘം ഉടൻ തന്നെ അവിടേക്ക് എത്തും. ശസ്ത്രക്രിയ, അതായത് മരിച്ച വ്യക്തിയിൽ നിന്നുള്ള ഹൃദയം എടുത്ത ശസ്ത്രക്രിയ ഏതാണ്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹൃദയം സ്വീകരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഹെലികോപ്റ്റർ. ഉടൻ തന്നെ അത് കൊച്ചിയിലേക്ക് പുറപ്പെടും. തത്സമയ ദൃശ്യം. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് എത്തിക്കുന്നത്. ഷിബുവിന്റെ ഹൃദയം നൽകുന്നത് 21-കാരിയായ നേപ്പാൾ സ്വദേശിനിക്കാണ്. എറണാകുളം സർക്കാർ ജനറൽ ആശുപത്രിയിലാണ് ഈ ശസ്ത്രക്രിയ നടക്കുക. ഇന്ത്യയിൽ രാജ്യത്താദ്യമായാണ് ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നുള്ളത് വലിയ നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ്. രാജ്യത്തെ പൊതുജനാരോഗ്യത്തിന് മുന്നിൽ കേരളത്തിന്റെ മാതൃകയാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പായി, ഒരു ചരിത്ര നിമിഷമായി ഈ ദിവസം മാറുകയാണ്. 12:30 ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ ഹയാത്തിലേക്ക് എത്താനാണ് സാധ്യത നിലനിൽക്കുന്നത്. അല്പസമയത്തിനോടകം തന്നെ ഹൃദയവുമായിട്ടുള്ള ആംബുലൻസ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന്, തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ നിന്ന് ഈ ഹെലികോപ്റ്ററിലേക്ക്, ചോപ്പറിനടുത്തേക്ക് ഹെലിപാഡിലേക്ക് എത്തും. PR പ്രവീണ നമുക്കൊപ്പം ചേരുകയാണ്. PR പ്രവീണയല്ല, മീര മനോഹരനാണ് നമുക്കൊപ്പം ചേരുന്നത്. മീര, പറയൂ. ബിനിൽ, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് ഈ എയർ ആംബുലൻസ് എത്തിക്കഴിഞ്ഞു. കൃത്യം 11:48 കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് ഇത് എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് കേരളം ഇപ്പോൾ. ഈ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത, സഞ്ജു സാംസണെ പോലുള്ള ലോകത്ത് അറിയപ്പെടുന്ന നമ്മുടെ കളിക്കാർ ഉൾപ്പെടെ കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ്. ആരോഗ്യ രംഗത്തേക്ക് കൂടി അത് അത്തരത്തിലൊരു ചരിത്രത്തിലേക്ക് കൂടി എത്തുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എന്തായാലും ശസ്ത്രക്രിയ ആരംഭിച്ചിട്ട് 10-20 മിനിറ്റോളം ആകുന്നു. ഉടൻ തന്നെ അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് കഴിഞ്ഞ ഉടനെ തന്നെ അവയവങ്ങളുമായി മെഡിക്കൽ സംഘം ഈ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ള ഈ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഏകദേശം ഒരു മണിക്കൂർ കുറവിൽ സമയത്തിനുള്ളിൽ തന്നെ കൊച്ചിയിലേക്ക് അത് എത്തും. 4 മണിക്കൂറാണ് ഇത്തരത്തിൽ നമുക്കൊരു സമയം ലഭിക്കുക. ഈ എടുത്തു കഴിഞ്ഞിട്ടുള്ള അവയവങ്ങൾ ഉൾപ്പെടെ മറ്റൊരു ശരീരത്തിലേക്ക് വച്ചുപിടിപ്പിക്കാൻ 4 മണിക്കൂറാണ് സമയം ലഭിക്കുക. ആ ഒരു ഇടവേളക്കകത്ത് തന്നെ എന്തായാലും ഇത് കൃത്യമായി നടക്കുമെന്ന് തന്നെ മനസ്സിലാക്കും. നേരത്തെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ചായിരിക്കും ഇതിൻ്റെ സജ്ജീകരണങ്ങൾ, ഇത് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതിനുശേഷമാണ് പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് അത് മാറ്റിയത്. എന്തായാലും അതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ എയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ട് എല്ലാത്തരം സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇത് ഇറങ്ങുമ്പോൾ കണ്ടതാണ്, ചുറ്റും പൊടിപടലങ്ങൾ ഉയരുന്നത്. തൊട്ടടുത്ത് RCC ഉണ്ട്, ശിശുരോഗ വിദഗ്ധരുടെ, കുട്ടികളുടെ ആശുപത്രി തുടങ്ങിയവയൊക്കെ തൊട്ടടുത്തുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ സുരക്ഷിതത്വം ഉൾപ്പെടെ ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എയർ ആംബുലൻസ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഈ ശസ്ത്രക്രിയയ്ക്ക് പ്രധാനപ്പെട്ട വലിയ പ്രത്യേകതകളുണ്ട്. ഏറ്റവും ആദ്യമായിട്ടാണ് നമ്മൾ ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ നടക്കുന്നത്. ആ പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തന്നെ സ്കിൻ ട്രാൻസ്പ്ലാന്റേഷൻ അതെടുക്കുന്ന ആ ഒരു കാര്യം കേരളത്തിൽ ആദ്യമായി നടക്കുന്നു. അങ്ങനെ വിവിധ പ്രത്യേകതകളുണ്ട്. അതിനാൽ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എന്തായാലും നിലവിൽ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് ഈ എയർ ആംബുലൻസ് എത്തിക്കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ ഈ ശസ്ത്രക്രിയ ചെയ്ത ഉടനെ തന്നെ ഈ അവയവങ്ങളുമായി ഡോക്ടർമാർ കൊച്ചിയിലേക്ക് തിരിക്കും. ബിനിൽ.
ശരി, വളരെ വേഗത്തിൽ നമുക്ക് മടങ്ങിയെത്താം. അല്പസമയത്തിനോടകം തന്നെ ഹൃദയ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. ഇപ്പോൾ ആ ഹൃദയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് ആ ചോപ്പറിനടുത്തേക്ക് എത്തിക്കും. അരമണിക്കൂറിനുള്ളിൽ കൊച്ചിയിലേക്ക് എത്തും ചോപ്പർ, എയർ ആംബുലൻസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. മീര നമുക്കൊപ്പം തുടരുന്നുണ്ട്. മീര, കൊല്ലം സ്വദേശി ഷിബുവിൻ്റെ ഹൃദയമാണല്ലോ ഇപ്പോൾ. ഹൃദയം മാത്രമല്ല, ഒരുപാട് ശരീരഭാഗങ്ങൾ ഈ വിധത്തിൽ മറ്റ് പലർക്കുമായി പ്രകാശിക്കാൻ പോവുകയാണ്. ഷിബു ഇനിയും ജീവിക്കാൻ പോവുകയാണ്. ഹൃദയ ശസ്ത്രക്രിയയുടെ അപ്ഡേറ്റ് എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കാനാകുന്നത്? ഈ ആശുപത്രിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഇപ്പോൾ ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക്, മീര? പിന്നിൽ ഏതാനും മീറ്ററുകൾ മാത്രമാണ് ഇവിടത്തേക്കുള്ള ദൂരം എന്ന് പറയാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൻ്റെയൊക്കെ ഭാഗമാവുകയും തന്നെയാണ്. ഒരാളുടെ ജീവിതത്തിലേക്ക് മാത്രമല്ല, വിവിധ അവയവങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ജീവിതങ്ങൾക്ക് കൂടിയാണ് ഇത് ഒരു ഷിബുവിൻ്റെ ജീവിതം ഒരു പുനർജീവിതം ഉണ്ടാകുന്നത്. എന്തായാലും നേരത്തെയൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശസ്ത്രക്രിയ തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റോളം ആകുന്നു എന്ന് മനസ്സിലാക്കുന്നു. നിരവധിയായിട്ടുള്ള അവയവങ്ങളുണ്ട്, അതിനാൽ തന്നെ അതിൻ്റെതായ സമയം എടുക്കുന്നുണ്ട്. 4 മണിക്കൂറാണ് നമുക്ക് അതിന് മറ്റൊരു ശരീരത്തിൽ ഇത് വച്ചുപിടിപ്പിക്കാനുള്ള സമയമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്ര സമയത്തിനുള്ളിൽ തന്നെ ഇത് കൊച്ചിയിൽ എത്തിക്കേണ്ടതും അവിടെ ശസ്ത്രക്രിയ ആരംഭിക്കേണ്ടതായിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ ഇവിടെ ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ആരോഗ്യ വിദഗ്ധർ, എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരും ഇവിടെ എത്തി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചത് ഈ ശസ്ത്രക്രിയ ഏകദേശം കഴിയാനാകുന്ന സമയമാകുമ്പോഴായിരിക്കും എയർ ആംബുലൻസ് എത്തുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ആ വിധത്തിൽ ഇപ്പോൾ എയർ ആംബുലൻസ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ ഇത് മാറ്റാനുള്ള ഒരു ശസ്ത്രക്രിയ. നമുക്ക് മീരയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ PR പ്രവീണ കൂടി നമുക്കൊപ്പം ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ചേരുകയാണ്. പ്രവീണ, ഈ സർജറിയുടെ അപ്ഡേറ്റ് എന്താണ്? അത് പൂർത്തിയായോ? ശസ്ത്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു, നടക്കുന്നതേ ഉള്ളൂ. അവയവങ്ങളെല്ലാം മാറ്റേണ്ടതുണ്ട്. അതായത് ഹൃദയം, കരൾ, 2 വൃക്ക, നേത്രപടലം, അതുപോലെ തന്നെ ചർമ്മം, ഇത്രയും മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ശസ്ത്രക്രിയ തുടരുകയാണ്. അതും ഇനി കുറച്ച് സമയം കൂടി എടുക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം എടുക്കുന്നത് ഹൃദയമായിരിക്കും. ആ ഹൃദയവുമായി ഉടൻ തന്നെ ഇവിടുന്ന് പുറപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയവുമായി പോകുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ്. അതേസമയം അമൃതയിലേക്ക് നേരത്തെ നൽകാനിരുന്ന കരൾ ഇപ്പോൾ അത് കിംസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമൃതയിലെ രോഗിക്ക് ഇപ്പോൾ അത് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല. വൃക്കകൾ ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് തന്നെയാണ്, മറ്റൊന്ന് ട്രാവൻകൂർ മെഡിസിറ്റി കൊല്ലത്തിനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കണ്ണുകൾ, നേത്രപടലങ്ങൾ 2 എണ്ണം തിരുവനന്തപുരത്ത് തന്നെ കണ്ണാശുപത്രിയിലേക്കും ചർമ്മം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്കിൻ ബാങ്കിലേക്കും സൂക്ഷിക്കും. എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതെല്ലാം പൂർത്തിയാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. എല്ലാവരും പ്രതീക്ഷയോടെ ഷിബുവിനെ യാത്രയാക്കാൻ, ഷിബുവിൻ്റെ അവയവങ്ങൾ മറ്റ് 7 പേരിലേക്ക് തുടിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ബിനിൽ. പ്രവീണ, ഇപ്പോൾ ഒരു ദീപ്തമായ പ്രകാശമായി ഷിബു മാറുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാതൃകയാണ്, രാജ്യത്തിനാകെ മാതൃകയായി മാറുകയാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷിബുവിൻ്റെ കുടുംബാംഗങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. ഇപ്പോൾ ഈ ശസ്ത്രക്രിയയുടെ ഒരു പ്രാധാന്യം കൂടി നമ്മൾ വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം എത്രത്തോളം ശക്തമായി മാറിയിരിക്കുന്നു എന്നത് രാജ്യത്തിന് മുന്നിൽ നമുക്ക് വെക്കാൻ കഴിയുന്ന മറ്റൊരു ഉദാഹരണം കൂടിയാണല്ലോ. ഒരുപാട് ന്യൂനതകളുണ്ട്, ഒരുപാട് പരാതികൾ ഇപ്പോഴും കേരളത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്, കേരളത്തിനുള്ളിലുണ്ട്. പക്ഷെ അപ്പോഴും ഇത്തരം സ്ട്രോങ് പോയിന്റുകൾ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ എന്നുള്ളത് രാജ്യത്ത് തന്നെ മാതൃകയാവുകയാണല്ലോ. പിന്നിൽ നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ നന്നായി പോയിക്കൊണ്ടിരുന്ന 2012 തുടങ്ങി നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു പദ്ധതി പിന്നീട് അതിൻ്റെ താളം തെറ്റുന്ന അവസ്ഥയുണ്ടായിരുന്നു കേരളത്തിൽ. പലരും അവയവദാനത്തിന് മടിക്കുന്ന അവസ്ഥയുണ്ടായി. അവയവദാനത്തിന് വേണ്ടി ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. കാരണം അതിൻ്റെ മസ്തിഷ്ക മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി ആപ്നിയ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. അത് കൃത്യമായ ഇടവേളകളിൽ 3 തവണ നടത്തിയ ശേഷമാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും പിന്നീട് ബന്ധുക്കളോട് സംസാരിച്ച് ഈ ഘട്ടങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവയവ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നു എന്നതടക്കം, മനുഷ്യരെ കൊന്നുകൊണ്ട് അവയവങ്ങൾ എടുക്കുന്നു എന്നടക്കമുള്ള ഒരുപാട് ഘട്ടത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ സ്വാധീനിക്കുന്ന തരത്തിൽ ചില സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും ഉണ്ടായി. ഇതിനെ തുടർന്നൊക്കെ ആയിരുന്നു ഒരു ഘട്ടത്തിൽ ഇത് മന്ദഗതിയിലായത്. എന്നാൽ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു, അങ്ങനെ അല്ല. മസ്തിഷ്ക മരണം സംഭവിച്ചാൽ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരികെ വരില്ല എന്ന് ഉറപ്പായാൽ മാത്രമാണ് അവയവങ്ങൾ എടുക്കുക എന്നുള്ളത്. അത്തരത്തിൽ അവയവങ്ങൾ എടുത്താൽ അത് മറ്റുള്ളവർക്ക് ജീവൻ ഏകാനും സഹായിക്കും എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനത ബോധ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മസ്തിഷ്ക മരണം
സംഭവിച്ച കുറച്ചു പേരെങ്കിലും അവരുടെ ബന്ധുക്കളെങ്കിലും ഇതിന് തയ്യാറാകുന്നത്. അതുവഴി ഞാൻ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ഷിബുവിൻ്റെ കാര്യം എടുത്താൽ വാഹനാപകടത്തിൽ പരിക്കേറ്റാണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നു. തുടർന്ന് ബന്ധുക്കളുമായി സംസാരിക്കുന്നു. ആപ്നിയ ടെസ്റ്റ് അതിൻ്റെ ഇടവേളകളിൽ പൂർത്തിയാക്കുന്നു. അതിനുശേഷം ഈ അവയവങ്ങൾ കാത്തിരിക്കുന്ന നിരവധി പേർ, ഏതാണ്ട് 1000-ത്തിലധികം. വളരെ വേഗത്തിൽ പ്രവീണയിലേക്ക് മറ്റ് റിപ്പോർട്ടർമാരിലേക്ക് മടങ്ങിയെത്താം.